ഒക്ടോബർ മാസം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തായിട്ട് ആചരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിലെ 3-ാമത്തെ വെനസ്ഡേ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ റീകൺസ്ട്രക്ഷൻ അവയർനെസ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. എന്താണ് ബ്രസ്റ്റ് ക്യാൻസർ റീകൺസ്ട്രക്ഷൻ ഡേയുടെ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ച് അതിനുശേഷമുള്ള പല ആധുനിക ട്രീറ്റ്മെൻറ്റും സർജറിക്കും ഒക്കെ ശേഷം നമുക്ക് ബ്രസ്റ്റ് പഴയതുപോലെ ആക്കാനുള്ള റീകൺസ്ട്രക്റ്റീവ് ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കാനും അതിനെപ്പറ്റിയുള്ള കൂടുതൽ അറിവ് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസർ റീകൺസ്ട്രക്ഷനുള്ള ഓപ്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പേഷ്യൻ്റെ തന്നെ സ്വന്തം ശരീരത്തിലെ ടിഷ്യൂസ് ഉപയോഗിച്ച് പേഷ്യൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ വന്ന് റിമൂവ് ചെയ്ത് തൊട്ടടുത്തുള്ള ടിഷ്യൂസ് റീഅഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഓങ്കോപ്ലാസ്റ്റിക് ടെക്നിക്സിലൂടെ ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുകൂടാതെ ഇംപ്ലാന്റും പേഷ്യൻ്റെ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യാവുന്നതാണ്. ഇതല്ലാണ്ട് മാസ്റ്റെക്ടമിയാണ്, അതായത് ബ്രസ്റ്റ് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ പകുതിയിലധികം ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന സർജറി ആവശ്യമുള്ള പേഷ്യൻസിനാണെങ്കിൽ നമുക്ക് മൈക്രോവാസ്കുലർ സർജറിയിലൂടെ ഫ്രീ ഫ്ലാപ്പ് ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് ബ്രസ്റ്റ് പഴയതുപോലെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്ത്രീകൾ ഏറ്റവും അധികം പേടിക്കുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അത് വന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമുക്ക് പഴയതുപോലെ ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്ത് ക്യാൻസർ ചികിത്സിക്കുന്നതിനൊപ്പം പഴയ രീതിയിലോട്ട് ആകാനുള്ള ഫെസിലിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്.